എന്നത്തെയും പോലെയല്ല ഇന്ന്. സാധാരണ ഞാൻ പോവാണെന്നാ പറയുന്നത്, ഇന്ന് പോയി വരികയാണ്. എവിടുന്ന് ചോദിച്ചാൽ ഇന്ന് പെരിയിൽ രാവിലേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പൊറാട്ട അടിച്ചാൻ വേണ്ടി പോയതാണ്. കയറി വന്ന് നോക്കിയപ്പോഴോ അന്തരം കൊണ്ട് കുത്തിർന്ന് ഫോൺ വലിച്ചിട്ടുണ്ട്. ഇന്ന് പള്ളേനാണ് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിന് പോയിട്ടില്ല. എൻ്റെ അമ്മക്ക് ഏതോ ഒരു ആയില്ലാണ് ഇപ്പോൾ പണിയൊക്കെ എടുക്കുന്നത്. കൊടുന്ന് വന്ന കയ്യിലോക്കി വല മാറി എടുക്കുന്ന കറിയൊക്കെ പുറത്ത് കണ്ട് പോവുക. അങ്ങനെ എന്തായാലും ഫുഡും കഴിച്ചാൽ അവിടെ കുറച്ചു നേരം ഇരുന്നു. അമ്മോൻ്റെ കഴിക്കുന്നിടത്ത് ചെടിയാണ്. അമ്മോൻ്റെ കഴിക്കുന്ന ചെടി ഇന്നലെ രാത്രി പോയി എടുത്ത്. ഇനിയിപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഫുള്ള് കുഴിച്ചിടുക. അതാണ് ഇന്നത്തെ പണി. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പണി എന്നാണ് പെരക്കാർ ചെയ്യല്ല എന്താ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നമ്മളൊരു പണിക്കണ്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ കോസ്റ്റ്യൂമിൽ ഇറങ്ങണം. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഈ ഒരു കെടുപ്പ് വശം അങ്ങനെയാണ്. പിന്നെ അതാ ഞാനൊരു കുയ്യൊക്കെ കുത്തിയാണ്ട് ചെടി കുഴിച്ചിടാൻ പോയാലും വാപ്പ എറിഞ്ഞിട്ട് കുഴിച്ചിട്ടാൽ ശരിയാവില്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് കുഴിച്ചിട്ടോളി പറഞ്ഞു. അതുകൊണ്ട് വാപ്പ ഫുള്ളും കുഴിച്ചിട്ട് ഒരു ഭാഗം നമ്മൾ ഫുള്ളാണ് ക്ലിയർ ആക്കിയാണ് കൊടുത്തു. അപ്പോൾ ഇത് ഹെൽപ്പർമാരൊക്കെയാണ് വന്ന്. ഹെൽപ്പർ എന്തിനാ വന്നോ വാപ്പാനെ സോപ്പിടാൻ. കള്ളത്തിനെ പറഞ്ഞ ഇവിടെ നിൽക്കണല്ലോ, അപ്പം അതിൻ്റെതായ സോപ്പിടൽ വേണ്ടി വരും. ഇരട്ടിമേൽ ഇരട്ടി പണിയിട്ടാൽ നിങ്ങൾ കേട്ടുകണ. ഇതാണ് ആ സംഗതി. അവിടെ നോക്കി മര്യാദക്ക് കുഴിച്ചിട്ട് വരികയാണ്. അപ്പം എവിടുന്നില്ലാത്തൊരു പൈപ്പ് പൊന്തി വന്നേക്കാം. ഇത് എന്തിൻ്റെ പൈപ്പ് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ലേനു. എന്നാലും മോട്ടർ ഇട്ടാൽ കൂടെ വെള്ളം ചാടുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ അവിടെ നിന്ന് പിരിപിരി പറയുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് നന്നാക്കി കൊടുക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്തുള്ള അഡ്വൈസ് പോയിക്കാണ്ട് പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്താണ്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ള് സെറ്റാക്കിണ്ട് കൊടുത്തു. എല്ലാ പണിയും കഴിഞ്ഞ് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത പണിയിട്ട് ഉമ്മ ഇറങ്ങിയാണ്. പണി എന്താ വെച്ചാൽ മുറ്റത്ത് കുറച്ച് ചെടികളുണ്ട്. അതിൻ്റെ മണ്ണ് വളക്കണം മാറ്റിയിട്ട് കൊടുക്കുക. എന്തായാലും ഒരുങ്ങി കെട്ടി വന്ന് ഇനിയിപ്പോൾ അത് തീർത്താണ്ടാണ് കൊടുക്കുക. അപ്പോൾ മണ്ണൊക്കെ ഉണ്ട് ഒഴിവാക്കി നമ്മളിതാ മണ്ണും വളമൊക്കെ മിക്സ് ആക്കിയാണ്ട് ചെടിക്കണ്ട് ഇട്ടുകൊണ്ട് കൊടുത്ത്. അങ്ങനെ ഇതാ നമ്മൾ മണ്ണും വളമൊക്കെ മാറ്റി ചെടി ഫുള്ള് സെറ്റായി. ഇനി നമ്മളെ പണി എന്താ വെച്ചാൽ എല്ലാ ചെടിക്കും നമ്മൾ വളം ഇട്ടുകൊണ്ട് കൊടുക്കുക. അതാണ് നമ്മളെ പണി. അങ്ങനെ എല്ലാ ചെടിയും കുറച്ച് വളരട്ടെ, അതിന് വേണ്ടി നമ്മളെല്ലാ ചെടിക്കും വളമൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത കൈക്കോട്ടും ആയുധ വസ്തുക്കളൊക്കെ കേക്കിൻ്റെ വെച്ചെടുത്താണ്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകി ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നീണ്ട് നീർന്നാണ്ട് കിടക്കണം. എന്നാൽ ഓക്കെ.